പുറപ്പാട് പുസ്തകം 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പം ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി. മോശയോട് പറയുകയാണ്, മോശേ, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും ഞാൻ വെളിപ്പെട്ടത് സർവശക്തിയുള്ള ദൈവമായിട്ടാ. അബ്രഹാമിനും, നിന്റെ പിതാവായ അബ്രഹാമിനും, നിന്റെ പിതാവായ യാക്കോബിനും, നിന്റെ പിതാവായ ഇസഹാക്കിനും ഞാൻ പ്രത്യക്ഷനായത് എങ്ങനെയാണെന്നറിയാമോ? നിനക്ക് സർവശക്തനായിട്ടാ. അടുത്ത വായിച്ചു. എന്നാൽ യഹോവ എന്ന നാമത്തിൽ, എന്നാൽ നിന്നോട് ഞാൻ പറയുക, യഹോവ എന്ന എൻ്റെ മുഴുനാമത്തിൽ ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല. ഞാൻ അവർക്ക് വെളിപ്പെട്ടിട്ടില്ല, പക്ഷെ നിനക്ക് മുമ്പിൽ ഞാനത് വെളിപ്പെടുത്തും. ഒരാമയും വരുന്നില്ല. വിടുവിക്കാൻ ദൈവം തീരുമാനിച്ചാൽ ഏതു വിടാത്ത ഫറവോനെ കണക്ക് പറഞ്ഞ് വിടുവിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഓ ഹല്ലേലൂയ. മറക്കരുത്, അവൻ്റെ നാമം ബലമുള്ള ഗോപുരമാണ്. ഇന്ന് ആരാധന ആശീർവാദം പറയുന്നതിന് മുമ്പ് ഈ നാമത്തിൻ്റെ കൊടി നിന്റെ കുടുംബത്തിലൊന്ന് പാറിപ്പറക്കട്ടെ. ഓ ഹല്ലേലൂയ. അമ്മി അവിടെ തിരിച്ചറിയ. അമ്മി പ്രാർത്ഥിക്കുന്ന നിന്നോടൊരു ദൂത് പറയാം, നിന്റെ തലമുറയെ ഉയർത്താൻ സമയമായി. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? 27-ാം സങ്കീർത്തനം, അനർത്ഥ ദിവസത്തിൽ അവൻ നിന്റെ കൂടാരത്തിൽ നിന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ നിന്നെ മറയ്ക്കും. ബാക്കി പറ, ഉറക്കപ്പറ. ഏത് പാറ? യുഗങ്ങളുടെ പാറമേൽ നിന്നെ അവൻ ഉയർത്തിയിരിക്കും. അമ്മി പ്രാർത്ഥിക്കുന്ന നിന്നോട്, നിന്നെ ഉയർത്തുന്നൊരു പാറയുണ്ട്, അത് യുഗങ്ങളുടെ പാറയാ. ഓരോ ദൈവവൈദ്യലും ഓർക്കണം, ചതിപ്പ് നിലത്തിലല്ല നിർത്തിയേക്കുന്നതാണോ? ആണോ? കുഴയുന്ന ചേറ്റിലാണോ? 40-ാം സങ്കീർത്തനം, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എന്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എന്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി. കാലിനെ എവിടെ നിർത്തി? പാറമേൽ, ഒരു പാറയുടെ മുകളിൽ നിർത്തി. എന്റെ ഗമനത്തെ സ്ഥിരമാക്കി തീർന്നില്ല. അവൻ എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നിങ്ങൾ അറിയാത്തൊരു കാര്യം പറയാം, നാട്ടുകാർക്ക് അറിയാത്ത കാര്യം. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട്. എന്തതിശയമല്ല, സ്തുതിയമനമേ അല്ല, എൻ്റെ വായിലൊരു പുതിയ പാട്ട് തന്നു. ക്രിസ്തുവിൻ എന്ന പാറമേൽ നിർത്തിയവന്റെ വായിൽ ഇന്നും അടങ്ങാത്ത പുതിയ പാട്ട്. ഓ ഹല്ലേലൂയ. കണ്ടോ, ദൈവത്തിന് സന്തോഷിക്കുന്നവൻ പാട്ടുപാടിക്കൊള്ളാനാ ദൂത്. കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സന്തോഷം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. ഒരാമയും പറഞ്ഞാട്ട്. ഈ പാറമേൽ നിർത്തിയിട്ട് അവൻ എൻ്റെ വായിൽ എന്തോ തന്നു? പുതിയൊരു പാട്ട് തന്നു. പുതിയ പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി. ആ പാട്ട് എന്താ? നമ്മുടെ ദൈവത്തിൻ്റെ ഏത് പ്രതികൂലം കാണുമ്പോഴും ക്രിസ്തുവെന്ന പാറമേൽ നിന്നുകൊണ്ട് ഭക്തന്മാർ സ്തുതിക്കാൻ കാര്യം എന്താണ്? അമ്മി ഒറ്റ കാര്യമേ ഉള്ളൂ. അമ്മി എൻ്റെ നാവിൽ സ്തുതി തന്നവൻ ദൈവമാണ്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. വായിച്ചേ. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അടുത്ത കേട്ടോ. പലരും അത് കണ്ട് ഭയപ്പെട്ട്, എന്റെ സ്തുതി കണ്ട് പലരും ഭയപ്പെട്ട് യഹോവയിൽ ദൈവത്തിൽ ആശ്രയിക്കും. നിന്നിച്ചവന്റെ മുമ്പിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ സ്തുതി കണ്ട് പലരും ഭയപ്പെട്ട്, ഓ ഹല്ലേലൂയ, തിരിച്ചറിഞ്ഞു സ്തോത്രം ചെയ്യ. ഹാമാൻ കഴുകുമരം ഉണ്ടാക്കിയാലും മൊർദെഖായിയുടെ വായിലെ സ്തുതി തീരുകയില്ല. ഗത്തിനായ ഗോലിയാത്ത് എന്ന മല്ലൻ ആയുധം എടുത്താലും ദാവീദിന്റെ വായിലെ സ്തുതി തീരുകയില്ല. ശൗല് കുന്തം കൊണ്ട് ചാടിയാലും പ്രാർത്ഥിക്കുന്നവന്റെ സ്തുതി തീരുകയില്ല. ഏതൊക്കെ വെല്ലുവിളി വന്നാലും സ്തുതിക്കുന്നവൻ ജയിച്ചിരിക്കും. തിരിച്ചറിഞ്ഞൊരു സ്തോത്രം ചെയ്യുക. അവൻ എൻ്റെ വായിൽ പുതിയൊരു, അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, ആ പുതിയ പാട്ട് വായിലുണ്ടോ എന്ന് ചോദിച്ചേ. പരാതി സങ്കടമൊക്കെ നിർത്തിയച്ച ആ പുതിയ പാട്ട്. കർത്താവേ സ്തോത്രം. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ സത്യം ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിൻ്റെ അടുക്കൽ വന്ന് നിന്ന് ആദ്യം പറയുന്നത് എന്തുവാ? നന്ദിയല്ല. എന്നാ നന്ദിയല്ലേ? ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പം നിങ്ങളുടെ വീട്ടിലെ ചുറ്റോളുള്ളവരൊന്ന് നോക്കിയേച്ച് വന്നിരുന്ന് നന്ദി പറഞ്ഞോണം. കാരണം നിനക്ക് തന്ന പദവി, നിനക്ക് തന്ന കഴിവ്, നിനക്ക് തന്ന സൗന്ദര്യം, നിനക്ക് സ്ട്രോക്ക് വരാതെ നിനക്ക് കാലുകൊണ്ട് നടക്കാനുള്ള ബലം തന്നു. നിന്റെ മുഖം കോടിപ്പോകാതെ കാത്തു, നിന്റെ മുഖത്ത് കുരു വരാതെ കാത്തു, നിന്റെ കൺപീലികളെ ചലനങ്ങളെ കാത്തു. അതോർത്ത് നന്ദി പറയാനല്ലാതെ
ഞാനൊരു കാര്യം പറയട്ടെ, പിണങ്ങോ നിങ്ങളെന്നോട്? കർത്താവ് ചെയ്ത ഉപകാരം ഓർത്താൽ തന്നെ 3 മണിക്കൂർ സ്തോത്രം നന്ദി പറഞ്ഞാൽ തീരുമോ?